ഭൂമിയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സൗരയൂഥത്തിൽ ജീവനെ നിലനിർത്താൻ പാകമായിട്ടുള്ള സ്ഥാനത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്. ശാസ്ത്രലോകം അതിനെ ഗോൾഡി ലോക്ക് സോൺ എന്നാണ് വിളിക്കുന്നത്. അതായത് ഭൂമി ഇപ്പൊ നിൽക്കുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നും ഒരല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ജലത്തിന് അത് ലിക്വിഡ് അവസ്ഥയിൽ നിലനിൽക്കാൻ സാധ്യമല്ല, മറിച്ച് അത് നീരാവിയായിട്ട് മാറും. അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള ചൂട് കാരണം ഭൂമിയിൽ ജീവൻ സാധ്യമാകുന്നില്ല. അതേ സന്ദർഭത്തിൽ ഭൂമി ഒരല്പം പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ജലം അത് ലിക്വിഡ് അവസ്ഥയിൽ നിന്നും ഐസായിട്ട് മാറും. അതിശക്തമായിട്ട് തണുപ്പ് കാരണം ഭൂമിയിൽ ജീവൻ അസാധ്യമായിട്ട് മാറുകയാണ്. അപ്പൊ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോയിന്റിൽ ഭൂമിയെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. മീസാൻ. അതേപോലെ തന്നെ ഇപ്പൊ പ്രപഞ്ചത്തിലുള്ള കണങ്ങളിലേക്ക് നമ്മൾ നോക്കാം. നമുക്കറിയാം ആറ്റത്തിനകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും അതിനെല്ലാം ഓരോ ചാർജും ഓരോ ഭാരവും ഉണ്ട്. അപ്പൊ നമ്മൾ സ്കൂളിൽ അറ്റോമിക് മാസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്നിനും കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ പ്രപഞ്ചത്തിലുള്ള സ്ഥിരാങ്കങ്ങൾ, നമ്മൾ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്ന പ്രപഞ്ചത്തിലുള്ള നിരവധി സ്ഥിരാങ്കങ്ങൾ, പ്രകാശത്തിന്റെ പ്രവേഗം, അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, പ്ലാങ്ക് കോൺസ്റ്റന്റ്, അതേപോലെ തന്നെ ഹബിൾ കോൺസ്റ്റന്റ്, ഇതേ രൂപത്തിലുള്ള നിരവധി സ്ഥിരാങ്കങ്ങൾ, അതൊക്കെല്ലാം ഒരു കൃത്യമായിട്ടൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു വില നമ്മൾ നൽകിയിട്ടുണ്ട്. ആ വില എങ്ങാനും ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇന്നുള്ള പ്രപഞ്ചം ഇതേ രൂപത്തിൽ നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇലക്ട്രോണിന്റെ ഭാരം ഒരല്പം കൂടിയിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ തകിടം മറിയും. അപ്പൊ കൃത്യമായിട്ട് അവയെല്ലാം ബാലൻസ് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിരിക്കുകയാണ്. മീസാൻ. അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പൊ അതിൽ നമ്മുടെ ഓക്സിജന്റെ അളവും നമ്മൾ പരിശോധിച്ച് നോക്കുക. നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. 77% നൈട്രജന്റെ അളവ്. ആ സന്ദർഭത്തിൽ അപ്പൊ നമുക്കറിയാം ഓക്സിജന്റെ അളവ്, അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ അളവ് വെറും 21%. ആ അളവിനൊരു പ്രത്യേകതയുണ്ട്. ആ അളവെങ്ങാനും ഒരല്പം കൂടിയാൽ ഭൂമിയിലുടനീളം തീപിടുത്തമായിരിക്കും. അതേ സന്ദർഭത്തിൽ ഒരല്പം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടിച്ചിൽ ഒരാൾ ഒരു കയറിട്ട് വലിക്കുന്നത് പോലെയുള്ള ശ്വാസ തടസ്സം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ കൃത്യമായിട്ട് അവയുടെ അളവ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മീസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തെ ഉയർത്തിയിരിക്കുന്നു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാലൻസ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു.